വണ്ടർസ്കേപ്സിൻ്റെ കോട്സ്വാൾ സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീസൺ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ്. ഇതൊരു മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണിത ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് വരണത്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ദ വേൾഡ് എന്ന് സീസൺ കോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ എൻട്രൻസിൽ കാർ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ ടിക്കറ്റൊക്കെ കാണിച്ചു. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പേര് ഇന്ത്യൻ ബ്രിഡ്ജ് എന്നാണ്. കണ്ടോ, ഇവിടെ നന്ദിയുടെ ഓരോ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ചെറിയൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. അപ്പുറത്തെ ഒരു പോണ്ട് ഉണ്ട്. ആ പോണ്ട് സ്നേക്ക് പോണ്ട് എന്നാണ് പേരുണ്ട്. ഒരു പാമ്പൊക്കെ ഇങ്ങനെ പത്തി വെളുത്ത് നിൽക്കണമൊക്കെ കാണാനുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സീനാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് അകത്ത് പോയി നോക്കാം അങ്ങനെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതിന് സീസൺ കോട്ട് ഹൗസ് ആൻഡ് ഗാർഡൻസ് എന്നാണ് പറയുക. ഒരു വലിയ ഏരിയ ആണ് കേട്ടോ സ്ഥലം, കുറേ ഉണ്ട്. പിന്നെ അവിടെ ഒരു മാൻഷൻ ഉണ്ട്. ആ മാൻഷൻ കാണാനാണ് നമ്മൾ പോണത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ അംബാസഡർ ക്ലാസിക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റി ഫീലാണ് ആക്ച്വലി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. പക്ഷെ ഇത് ഇവിടെ രജിസ്റ്റേർഡ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ബജാജിൻ്റെ ഓട്ടോ ഉണ്ട്. നമ്മളെ ഇന്ത്യക്കാരൊക്കെ ചെയ്യണ പോലെ അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് നമ്പർ പ്ലേറ്റ് ഇല്ല കേട്ടോ. പിന്നിലുണ്ടോ അറിയില്ല. ടുക് ടുക് എന്നാണ് ഇവിടെ പറയുക ഓട്ടോറിക്ഷയ്ക്ക്. അവിടെ ടുക് ടുക് UK എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ തന്നെ. പിന്നിലും അതെ ഗണപതിയുടെ ഒരു ഇതുണ്ട്. അതാ ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട്. അടിപൊളി. ഓട്ടോറിക്ഷ അംബാസഡറൊക്കെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചില്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരു നൊസ്റ്റു ഫീല്. അപ്പോൾ നമുക്ക് ഈ സീസൺ കോട്ടിലെ ബിൽഡിംഗ് കാണാൻ വേണ്ടി നമുക്ക് അകത്തൊരു ഹൗസ് ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ പറയാം എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ സീസൺ കോട്ടിൻ്റെ ഹൗസ് ടൂർ ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നു. അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ആ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇത് ഓൺ ചെയ്യുന്ന ഇപ്പോഴത്തെ ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസും വീഡിയോഗ്രാഫിയും ഒന്നും അലൗ ചെയ്യാത്തത്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇത് 1795 ജോൺ കൊക്കറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം അവിടെ കേണലായിരുന്നു നമ്മളെ ഇന്ത്യയിൽ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ 2 ബ്രദേഴ്സ് പണ്ടത്തെ ആ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ബിൽഡിങ്ങിനെ ഇന്ത്യനൈസ് ചെയ്തു. ഇതിനിപ്പോൾ അവർ പറയുന്നത് നിയോ മുഗൾ ആർക്കിടെക്ചർ എന്നാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ നമുക്ക് ഇവിടെ ഇന്ത്യയിലുള്ള പല ബിൽഡിങ്സിനെയും പോലെ നമുക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾ ഞങ്ങളുടെ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ബ്രൈറ്റൺ പവലിയൻ കാണിക്കുന്നുണ്ട്. അതും ഒരു ഇൻഡോ മുഗൾ ആർക്കിടെക്ചറാണ്. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, പണ്ട് കിങ് ജോർജ് പ്രിൻസ് ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഈ സീസൺ കോട്ട് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത്ര ബ്രൈറ്റൺ പവലിയൻ ഇൻഡോ മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണിതത്. നമുക്കിനി ഇവിടെ ഗാർഡൻസ് കുറേ ഉണ്ട് കേട്ടോ. പല വ്യൂ പോയിന്റ്സ് ഉണ്ട്, പല വേറെ ചെറിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഇപ്പോൾ അതും കൂടി ഒന്ന് വേഗം കണ്ട് വരാം. അപ്പോൾ ഈ സീസൺ കോട്ട് ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന ഒരു ഗാർഡൻ ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ താജ്മഹലും അങ്ങനെ പല ബിൽഡിങ്സ് ഉണ്ടല്ലോ. ബിൽഡിംഗ് ഉണ്ട്, അതിന് മുമ്പിൽ വെള്ളം, ഫൗണ്ടൻ, 2 സൈഡിലും മരങ്ങളും, ഗാർഡൻ പോലെ. അതേ ഒരു കൺസെപ്റ്റാണ് അവർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഇത് കോക്കറൽ ഫാമിലി ഒരു ഇന്ത്യനൈസ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എന്തായാലും നമുക്ക് നീ ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്.
വാവ്, ആക്ച്വലി ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി മുഴുവൻ മനസ്സിലാവണേ. ആ ഹോൾ വ്യൂ ഇപ്പോഴാണ് കിട്ടണത്. ആ മിനാററ്റ് അസലായിട്ട് കാണുന്നുണ്ട്, ആ സൈഡിലുള്ള ഛത്രീസ് കാണുന്നുണ്ട്. ശരിക്കും വാൻറ്റേജ് പോയിന്റ് വ്യൂ ഗംഭീരം. ആ ഹോൾ സ്ട്രെച്ച് കാണാനുണ്ട്, അടിപൊളി. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് വേറെ ഒരു തോട്ട് വന്നത്. ഇതൊക്കെ ഫൈനലി നമ്മളെ ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് 1700-ഉം 1800-ലും ലൂട്ട് ചെയ്ത കാശ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണത്. ആക്ച്വലി ശശി തരൂർ ഐ തിങ്ക് ഇത് റെഫറൻസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ആൻഡ് എറ ഓഫ് ഡാർക്ക്നെസ് പറഞ്ഞ ബുക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സീസൺ കോട്ടിനെ പറ്റി തന്നെ അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ടൈപ്പ് കുറേ ബിൽഡിങ്സ് UK ഉണ്ടാക്കിയിരിക്കുന്നത്, ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ലൂട്ട് ചെയ്ത കാശാണ്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കാണുമ്പോൾ നമുക്ക് വിഷമവും തോന്നും, ഫ്രസ്ട്രേഷനും തോന്നും. പക്ഷേ എനിവേ ഇതൊക്കെ പണ്ട് 100, 200, 300 കൊല്ലം മുമ്പേ നടന്ന സാധനമാണ്, നമ്മളെ കയ്യിലല്ല. നമ്മളിതപ്പോൾ കാണുക. നല്ല കാര്യം എന്താ വെച്ചാൽ ഇവർ അതുപോലെ ഇതിനെ അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്കുന്നുണ്ട്. എങ്കിലും ഒരു വിഷമമുണ്ട് ആസ് എൻ ഇന്ത്യൻ, നമ്മളെ അവിടുത്തെ ഇതൊക്കെ ബുദ്ധിമുട്ടിച്ച് അവിടുത്തെ ആൾക്കാരെ ചെയ്തിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത്. എങ്കിലും ലെറ്റ്സ് ക്യാരി ഓൺ. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്, ലെറ്റ്സ് ഗോ ആൻഡ് സീ. നമ്മളിങ്ങനെ സീസൺ കോട്ടിലെ ഗാർഡൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് വരികയാണ്. അപ്പുറത്ത് കുറച്ച് വൈൽഡ് ഫ്ലവർ മെഡോസ് കണ്ടു, വേറെ ഒരു ബിൽഡിംഗ് കണ്ടു, പിന്നെ അത് അവിടെ ഒരു ഛത്രി ഉണ്ട്. അതൊക്കെ പാടെ നല്ല രസമാട്ടോ, നല്ല ആംബിയൻസാണ്. പഴയ കാലവും പുതിയ കാലവും കൂടിയിട്ടുള്ളൊരു സമന്വയം പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എന്താ നോക്കട്ടെ. അവിടെ ഇങ്ങനെ 2 ചാരി കസേല ഇട്ടിട്ടുണ്ട്, കുറേ ടെന്നീസ് റാക്കറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു ടെന്നീസ് കളിച്ച് വന്നിട്ട് ക്ഷീണിച്ചാൽ ഇരിക്കാനുള്ളതാ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗാർഡനിൽ കുറേ കറങ്ങി നടന്നു. ഇനി അവിടെ ഒരു സംഭവം കാണാനില്ലേ, നല്ല ഭംഗിയില്ലേ, അതിന് ഓറഞ്ചറി എന്നാ പറയാ. അതെന്താണെന്ന് പോയി നോക്കാം. ഓ, ചായക്കടയല്ലേ? ഒരു ടീ നോക്കാം. കുടിച്ചാലോ? ടീ കുടിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ, പൂവും ഇതൊക്കെ ആയിട്ട്. ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കണക്ഷൻ എന്ന് പറയാം. ഒരു സൂര്യ ടെമ്പിളാണിത്. അവിടെ എനിക്ക് തോന്നുന്നത് സൺ ഗോഡാണ് തോന്നുന്നു അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുളം പോലെ ഉണ്ട്, നടുവിലൊരു ഫൗണ്ടൻ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സെറ്റപ്പൊക്കെ നന്നായിട്ടുണ്ട്. രഥത്തിലൊക്കെയാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്പലമുണ്ട്, ഇവിടെ അമ്പലക്കുളം ഉണ്ട്. കുളത്തിൽ പക്ഷെ മത്സ്യമൊന്നുമില്ല. ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് കാണാനുണ്ട്. അമ്പൽപ്പൂവോ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി സീസൺ കോട്ടിൽ സൺ ടെമ്പിളിൻ്റെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരുന്നപ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, അന്നത്തെ കാലത്ത് ഇത്രയും ഹ്യൂജായ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ
എത്ര പൈസ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ശമ്പളം അല്ലെങ്കിൽ ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതാലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. നമ്മുടെ നാട്ടിലത്തെ ഇത് കൊണ്ടുവന്നിട്ട് എന്തായാലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കാനാണല്ലോ യൂസ് ചെയ്ത്. ആൾക്കാരൊന്നും അത് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ ആർക്കിടെക്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഹിന്ദു ഗോഡ്സിനെ പറ്റി അവർ ടൂറിൽ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് അത് മനസ്സിലാവേണ്ട. അതുകൊണ്ട് ഇവിടെ ആർക്കും ഭയങ്കര കേമത്തം കാണിക്കലൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്കും അറിയാം ആ ബ്രിട്ടീഷ് എംപയർ കാണിച്ച എക്സ്പ്ലോയിറ്റേഷനും ലൂട്ട് ആൻഡ് പ്ലണ്ടറിനെ പറ്റി ഇവർക്ക് അറിയാം. അത് ഭയങ്കര ബോധമുണ്ട് ഇവർക്ക്. പക്ഷെ ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യണമില്ല, അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു മിക്സഡ് ഫീലിങ്ങോടുകൂടി സന്തോഷം ഉണ്ടാവും ഒരു കണക്കിന്, എന്നാൽ ചെറിയൊരു ദുഃഖം ഉണ്ടാകുന്നു പറയാതെ വയ്യ. അപ്പോൾ ഇതൊക്കെയാണ് സീസൺ കോട്ടിലെ കാഴ്ചകൾ. ഞങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ കോട്ട്സ്വോൾഡ് ടൂറ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും അറ്റ്ലീസ്റ്റ് 1-2 സ്ഥലത്തും കൂടി പോകാനുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോയുടെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ സെക്യൂർ. Bye. Bye-bye.